ചേച്ചി ഞാൻ ആഘോഷിക്കുവാണ് സുധിച്ചേട്ടൻ്റെ ബർത്ത്ഡേ. കാരണം ഞാനല്ലേ നിയമപരമായിട്ടുള്ള ഒരേ ഒരു ഭാര്യ സുധിച്ചേട്ടൻ്റെ, ഈ ഭൂമിയിൽ ഉള്ള ഒരേ ഒരു ഭാര്യ നിയമപരമായിട്ടുള്ള. അപ്പൊ പിന്നെ ഞാൻ ആഘോഷിക്കണ്ടേ. പിന്നെ വിശ്വസ് സുധിച്ചേട്ടനെ അറിയിച്ചില്ല. ചേച്ചി ഒരു കാര്യം ചെയ്യും, ചേച്ചി അങ്ങ് ചെന്ന് അറിയിച്ചു കേട്ടോ. കഷ്ടം കഷ്ടം പരമ കഷ്ടം. മനുഷ്യന്മാര് അധപ്പതിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത് വല്ലാത്തൊരു അധപ്പതനമായി പോയി. സ്വന്തം ഭർത്താവിൻ്റെ, അദ്ദേഹം ഇല്ല, അദ്ദേഹം കൂടെ ഇല്ല, അദ്ദേഹം ഈ ഭൂമിയിലേ ഇല്ല, പുള്ളിയുടെ ബർത്ത്ഡേ ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ ബർത്ത്ഡേ വിഷ് ചെയ്തോ എന്നുള്ള കമലിനുള്ള റിപ്ലൈ ആണ് പോയി അറിയിക്കാൻ. എവിടെ പോയാണാവോ അറിയിക്കേണ്ടത് വിശ്വസ്? എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ ഒരു പരിപാടിയിലേക്ക് താങ്കൾ ഇറങ്ങിയത്. ഇപ്പോ സ്വന്തം ഭർത്താവിന്റെ ബർത്ത്ഡേ ഓർമ്മയില്ല, സ്വന്തം ഭർത്താവ് ഈ ലോകം വിട്ട് പോയ ദിവസം എന്നാണെന്ന് ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. എന്തിനധികം പറയുന്നു, സ്വന്തം മകനെ നോക്കാൻ സമയമില്ല. ഈ നാട്ടില് മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് പല മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. മോഡലിംഗ് ഫീൽഡ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, അങ്ങനെ ഈ ലോകത്തുള്ള ഒട്ടുമിക്ക എല്ലാ ഫീൽഡിലും സ്വന്തം മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്ക് കാണാം. പല രീതിയിലുള്ള പ്രൊഫഷൻ നോക്കുന്നവരുണ്ട്. പക്ഷെ അവരാരും ഇത്രയധികം അങ്ങ് ഓടിത്തിരക്ക് പിടിച്ച് നടക്കുന്നില്ല. അവരൊക്കെ സ്വന്തം മക്കളെ നോക്കുന്നുണ്ട്. ഇത് സ്വന്തം മകനെ, കൊച്ചു ചെറുക്കനാണ്, അധികം വലിയ പ്രായമൊന്നും ആയില്ല, സ്വന്തം കാര്യം തന്നെ ചെയ്യാൻ പ്രായമായിട്ടുള്ളൊരു മകനല്ല ഇവർക്കുള്ളത്. ആ മകനെ സ്വന്തം ചേച്ചിയുടെ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് ഇങ്ങനെ നിരങ്ങാൻ നടക്കുന്നത്. സ്വന്തം മകന്റെ ബർത്ത്ഡേ എങ്കിലും ഓർമ്മയുണ്ടോ, അതോ അതും മറന്നോ? ഈ നാട്ടില് ഭർത്താക്കന്മാര് നഷ്ടപ്പെട്ട സ്ത്രീകൾ ജീവിക്കുന്നില്ലേ? ഒരുപാട് സ്ത്രീകൾ ജീവിക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും അത്തരം സ്ത്രീകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സിനിമാ നടിമാരുടെ ഇടയിലുണ്ട്, സീരിയൽ നടിമാരുടെ ഇടയിലുണ്ട്, അത് മാത്രമല്ല ബിസിനസ്സുകാരുണ്ട്, പോലീസുകാരുണ്ട്, അങ്ങനെ ഒരുപാട് ഫീൽഡില് ഭർത്താക്കന്മാര് നഷ്ടപ്പെട്ട സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. അവര് സ്വന്തമായിട്ട് അവരുടെ കഷ്ടപ്പാട് കൊണ്ട് പടുത്തുയർത്തുന്നതാണ്. എന്തിനധികം പറയുന്നു, ഒരു ഉദാഹരണം പറയാം. സിനിമാ മേഖലയിലുള്ള സിനിമാ നടി മീന, പുള്ളിക്കാരിയുടെ ഭർത്താവ് നഷ്ടപ്പെട്ടതാണ് എന്ന് വെച്ച് പുള്ളിക്കാരി എന്ത് ചെയ്യുവാണ്, പുള്ളിക്കാരി കഷ്ടപ്പെടുന്നു, പുള്ളിക്കാരുടെ മോളെ നോക്കുന്നു. പക്ഷെ അവരാരും ഇങ്ങനെ 24 മണിക്കൂറും സ്വന്തം ഭർത്താവിന്റെ പേര് വിറ്റ് ജീവിക്കുന്നില്ല. ഇവര് സ്വന്തം ഭർത്താവിന്റെ പേര് വിറ്റ് ജീവിച്ചോട്ടെ, വിഷയമൊന്നുമില്ല, കുറച്ചൊക്കെ ഒരു മാന്യത പ്രകടിപ്പിക്കാമല്ലോ. എന്നാൽ ആ മാന്യത രേണുസുതി എങ്ങും പ്രകടിപ്പിക്കുന്നില്ല. ഇതെല്ലാം പോട്ടെ, ഇപ്പോ ആ കുട്ടിക്ക് പ്രായമായിട്ടില്ല, തിരിച്ചറിവായിട്ടില്ല. ഇപ്പൊ രേണുസുതിയെ കൊണ്ട് നാണം കെട്ടിരിക്കുന്നത് കിച്ചുവാണ്. രേണുസുതിയുടെ മൂത്ത മകനായിരുന്നെന്നാണ് ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം രേണുസുതിയുടെ മകനല്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. ഓക്കെ, കൊല്ലസുതിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചുവിനാണ് ഇതിന്റെ എല്ലാ നാണക്കേട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം അച്ഛന്റെ പേരും പറഞ്ഞ് സ്വന്തം അച്ഛന്റെ ഭാര്യ ഇങ്ങനെ നിരങ്ങി നടക്കുമ്പോൾ ഉറപ്പായിട്ടും ആ മകന് കുറച്ച് നാണക്കേടുണ്ടാകും. എന്നാൽ അവനേക്കാട്ടിൽ കൂടുതൽ നാണക്കേട് അനുഭവിക്കാൻ പോകുന്നത് ആരാണെന്നറിയാമോ? ഇവരുടെ മകനാണ്. അവനൊന്ന് വളർന്നു വന്നോട്ടെ. അവൻ വളർന്നു വന്നു കഴിയുമ്പോൾ നാളെ അമ്മയോട് അവന് സ്നേഹമുണ്ടാകുമോ എന്ന് തോന്നുന്നുണ്ടോ? അവൻ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നാളെ അമ്മയെ അവൻ സ്നേഹിക്കുമോ? ഒന്നാമത്തെ കാര്യം, ഇപ്പൊ അമ്മ അടുത്തില്ല, വളർത്തുന്നതും ഒന്നും അമ്മയല്ല. അമ്മ കുറച്ച് പൈസ കൊണ്ട് കൊടുത്തിട്ട് മാത്രം കാര്യമൊന്നുമില്ല. അവന്റെ അടുത്തിരിക്കണം. അവന്റെ അടുത്തിരിക്കുന്നതോ അവനെ കൊണ്ട് ഒരിടത്ത് പോകുന്നതോ ഒന്നും കാണുന്നില്ല. വല്ലപ്പോഴും ആണ്ടിനോ സംക്രാന്തിക്കോ വല്ലതും വീട്ടിൽ ചെല്ലും, അന്നേരം മോനെ കാണും, ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യും. അതാണ് മകനോടുള്ള സ്നേഹം ഇപ്പൊ രേണുസുതിയുടെ. ഇപ്പൊ പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. സംഭവം അതൊന്നും അല്ല. ഇപ്പൊ ആൽബവും ഫോട്ടോഷൂട്ടും ഒന്നും അധികം കിട്ടുന്നില്ല, അതുകൊണ്ട് സബ്സ്ക്രിപ്ഷനിലേക്ക് അങ്ങ് ഇറങ്ങി. 10,000-3000 പേരാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ മാസം എത്ര രൂപ കിട്ടും? 5-6 ലക്ഷം രൂപ കിട്ടും. ഇവരുടെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ നടക്കുന്നവരുടെ അടുത്ത് വേണം ആദ്യം പറയാൻ വേണ്ടിയിട്ട്. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ആൾക്കാരാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. ഇനി ആ സബ്സ്ക്രിപ്ഷനകത്ത് നിന്ന് വീഡിയോ ലീക്ക് ആയാൽ പോലും ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലെന്നാണ് ചേച്ചി പറയുന്നത്. വേറെ ആൾക്കാർ വീഡിയോ അതല്ല, വീഡിയോ വേറെ ആൾക്കാരെടുത്ത്, സബ്സ്ക്രിപ്ഷൻ വീഡിയോ വേറെ ആൾക്കാരെടുത്ത് ഇടുന്നതിന് എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ അങ്ങനെ പോകുന്നത് നല്ല കാര്യമാണെന്നാ പറയുന്നത്. പിന്നെ എന്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അവരങ്ങനെ ചെയ്യത്തുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. എന്നാൽ ഒരു കാര്യത്തിൽ സമ്മതിക്കുന്നു, കോൺഫിഡൻസ് ഭയങ്കര കൂടുതലാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ രേണുസുതിയെ അംഗീകരിക്കുന്നത്. ഇപ്പോൾ നല്ല കോൺഫിഡൻസ് ആണ്, എന്തും ചെയ്യാൻ തയ്യാറാണ്, ഏത് രീതിയിലും ജീവിക്കാൻ തയ്യാറാണ്. അതൊക്കെ ഒരു വല്ലാത്ത കഴിവ് തന്നെയാണ്. ഈ കഴിവ് ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഇല്ല.
ഓരോരുത്തരുടെയും പേഴ്സണൽ താല്പര്യമാണ്, ഞാൻ അതൊക്കെ അംഗീകരിക്കുന്നു. എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ ജീവിക്കണം, തുണി ഉടുത്ത് ജീവിക്കണോ തുണി ഉടുക്കാതെ ജീവിക്കണോ, എല്ലാം ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് തന്നെയാണ്. ഇപ്പോൾ മോഡൽസ് ആയിട്ടുള്ള എത്രയോ പേര് അവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നു, അതൊക്കെ അവരുടെ പ്രൊഫഷനാണ്. പക്ഷെ എന്നാലും ആ പ്രൊഫഷനോട് അവരൊരു മാന്യത കാണിച്ചിട്ടാണ് അത് കാണിക്കുന്നത്. പക്ഷെ രേണുസുധിക്ക് യാതൊരു രീതിയിലുള്ള മാന്യതയുമില്ല, ഏത് രീതിയിലും ജീവിക്കാൻ തയ്യാറാണ്. ഒരു രീതിയിലുള്ള സ്റ്റാൻഡേർഡോ ഒരു നിലപാടോ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇവരുടെ നിലപാടുകളൊക്കെ ഇവർ പല രീതിയിൽ മാറ്റി പറയുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് പറയുന്നത് ഒരു കഷ്ടപ്പാടാണത്രേ. അതൊരു കഷ്ടപ്പാടൊന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുണി മാറ്റി കാണിച്ചിട്ട് വീഡിയോ എടുക്കുക. പിന്നെ പൊട്ടന്മാരായിട്ടുള്ള കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്തോ കാണാനാണെന്ന്, എന്ത് ആസ്വദിക്കാനാണെന്നാണ് ഇവരുടെയൊക്കെ ഈ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട്. എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ, ഒരാസ്വാദനം ഇത് കണ്ടിട്ട് തോന്നുന്നില്ല. ചുമ്മാ ഇങ്ങനെ നെഞ്ചും വീർപ്പിച്ച് അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നും തുണി മാറ്റി കാണിച്ചിട്ട് കുറച്ച് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യും. ഞാൻ ഇന്നതുപോലെ ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വേറെ പല പൊസിഷനിലേക്കും വൾഗർ പൊസിഷനിലേക്കും ഒക്കെ ഇരുന്നിട്ട് കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യും. അതാണ് ആസ്വാദനം. അതിലെന്താണ് ഇത്ര ആസ്വദിക്കാനിരിക്കുന്നത്? ഇങ്ങനെ കുറേ എണ്ണം ഇനി ഇങ്ങനെ ഇറങ്ങും ഈ സബ്സ്ക്രിപ്ഷൻ ഫീൽഡിൽ. നേരത്തെ യൂട്യൂബിലുണ്ടായിരുന്നു ലൈവ് വീഡിയോ ചെയ്യല്. രാത്രിയാകുമ്പോൾ കുറേ എണ്ണം ഇരുന്ന് ഇങ്ങനെ ലൈവ് വീഡിയോ ചെയ്യും. പാതിരാത്രി വരെ ലൈവ് വീഡിയോ ചെയ്യലാണ് കുറേ ആൻറ്റിമാർ. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രേണുസുധിയുടെ പാത പിന്തുടർന്ന് കുറേ എണ്ണം. സംഭവം എന്തോ ഇഷ്ടം പോലെ പൈസയാണ്. 199 രൂപയൊക്കെ ഈ നമ്മൾ മന്ത്ലി റീചാർജ് ചെയ്യത്തില്ലേ, അതേപോലെ വെക്കും. 199 രൂപ, 399 രൂപ, അങ്ങനെ വെക്കും. 189 രൂപ. ഈ 189 രൂപ ഇൻറ്റു 3000 ഒന്ന് ചെയ്ത് നോക്കിക്കേ, എത്ര രൂപയാണ് ഇവർക്ക് വരുമാനം കിട്ടുന്നത്? ലക്ഷക്കണക്കിന് രൂപ മാസം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പുളിക്കുവോ? പുളിങ്കുരു പോലെ കിട്ടുന്നതല്ലേ. ഇതിനകത്ത് എന്താണ് ഇത്ര കഷ്ടപ്പാടിരിക്കുന്നത്? ഒരു കഷ്ടപ്പാടും ഇല്ല. ക്യാമറ അങ്ങോട്ട് ഓൺ ആക്കുക, തുണി മാറ്റി കാണിക്കുക, ഒരു ചെറിയ വീഡിയോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക. ഞാനകത്ത് ഒരു വൃത്തികേടും കാണിക്കുന്നില്ല. ഇത് വൃത്തികേടല്ലല്ലോ. എന്നിട്ട് ഈ വഴിയെ പോകുന്ന കുറേ ഓൺലൈൻ മീഡിയാസ് ഉണ്ടല്ലോ, അവരാണ് ഇവരെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നത്, വേറെ ആരുമല്ല. ഇപ്പൊ കിച്ചുവിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഓൺലൈൻ മീഡിയാസ് ചെല്ലും അവിടോട്ട്. കിച്ചു അമ്മ വിളിക്കാറുണ്ടോ, രേണുസുധിയെ പറ്റിയിട്ട് വല്ല, ആ പയ്യനെ ഇവരെ പറ്റി പറയാൻ പോലും താല്പര്യമില്ല. അതാണ് സത്യം. പിന്നെ ഇങ്ങനെ വായിക്കാത്ത കമ്പും കോലും കുത്താൻ വേണ്ടിയിട്ട് എന്തിനാ നിങ്ങൾ പോകുന്നത്? ഈ ഓൺലൈൻ മീഡിയാസിന്റെ ഈ വളർച്ചയാണ് ഇവരെ പോലെയുള്ളവരുടെയൊക്കെ ഏറ്റവും വലിയ ധൈര്യം. കാരണം എവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും ഇവന്മാർ ചെല്ലും, ഒരു ക്യാമറയും തൂക്കി പിടിച്ചോണ്ട് ഇവന്മാർ ചെല്ലും. വായി തോന്നിയതെല്ലാം ഇങ്ങനെ വിളിച്ച് പറയാമല്ലോ, ഒരു വിഷയവുമില്ല. അങ്ങനെ അവസാനം ആകുമ്പോൾ നല്ല ഫേമസ് ആകും. എത്ര നാളിങ്ങനെ ഫേമസ് ആയി നിൽക്കാമെന്നാണ് വിചാരിച്ചു വെച്ചേക്കുന്നത്? അധിക നാളൊന്നും ഇതൊന്നും മുന്നോട്ട് പോകത്തില്ല. കൂടിപ്പോയൊരു 5-6 വർഷം, അത് കഴിയുമ്പോഴേക്കും എല്ലാം ഡൗൺ ആകും. ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നവർ പുതിയ ആൾക്കാരെ തേടിപ്പോവും. എന്നാലും ആ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള 3000-ഓളം ആൾക്കാർ രേണുസുധിയെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ആ 3000 ആൾക്കാർ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് സമ്മതിച്ചിരിക്കുന്നു. ഈ ആണുങ്ങൾക്ക് ഇങ്ങനത്തെ മൈൻഡ് സെറ്റൊക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. എന്തൊരു മൈൻഡ് സെറ്റാണ് നിങ്ങളുടേത്? എന്തോ കാണാനാണ്, എന്താണ് ഇത്ര ആസ്വദിക്കാനുള്ളത് ഇതിനകത്തൊക്കെ? ഇതിലൂടെ നിങ്ങൾ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? മാസം റീചാർജ് ചെയ്യുന്നത് പോലെ തന്നെ രേണുസുധിയുടെ സബ്സ്ക്രിപ്ഷൻ ചാർജ് ചെയ്തങ്ങ് വെച്ചേക്കാണ്. രേണുസുധിയുടെ മാത്രമല്ല, എത്രയോ പെണ്ണുങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഇതുപോലെ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. കൊള്ളാം എന്തായാലും.